നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനാ ഗീതം ആയിഷ സന്ന. വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വഴിയുലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പ്രിയമുള്ളവരെ, നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ പെരുന്നാൾ സുദിനത്തിൽ നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുവാനും പരസ്പരം നീതി സന്ദേശങ്ങൾ കൈമാറാനും സന്തോഷം പങ്കിടാനും ഒക്കെ കിട്ടിയ ഒരു അവസരത്തിൽ അത് ഒരുക്കി തന്ന ദൈവത്തെ ആദ്യം ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ഉമ്മൈബത്ത് ടീച്ചറാണ്. പൊന്നാനി വനിതാ വിഭാഗം ഏരിയ കൺവീനർ ആണ്. അവർ ISSലെ ടീച്ചറാണ്. പിന്നെ നമുക്ക് ആശംസകൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ASI പൊന്നാനി സോഫിയ അവരുണ്ട്. കൂടാതെ രാധിക സീനിയർ സിവിൽ ഓഫീസർ, അവർ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തും എന്ന് പറഞ്ഞിരുന്നു. അവർക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് സമയത്തിന് എത്താത്തിൽ പ്രയാസം അറിയിച്ചുകൊണ്ട് ഇവരെ അറിയിച്ചിരുന്നു. ഏതായാലും അവരെന്തായാലും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവരെ അഭാവത്തിൽ അവർക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറയുകയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ജൂലി. ഒരുപാട് കൂട്ടുകാരികളെ കൂടെ കാണുന്ന കൂട്ടുകാരികളൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയ കൂടെ പഠിച്ചവരാണ്. അവർക്കൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം പറയുന്നു. അത് ഗാനം ആലപിക്കാനായിട്ട് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ആതിരയെ ഞാൻ ഈ അടുത്തിടെയാണ് പരിചയപ്പെട്ടത്. ആതിര അവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അവർ നല്ലൊരു പാട്ടുകാരിയാണെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സദസ്സിൽ അവർ പാടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയും ഞാൻ സ്വാഗതം ചെയ്യാം. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും എൻ്റെ സ്വന്തം പേരിലും ഹൃദയത്തിൻ്റെ പേരിലും സംഘടനയുടെ പേരിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. നമസ്കാരം. ഓക്കെ, അധ്യക്ഷ സ്ഥാനത്തേക്ക് മുമ്പ് ടീച്ചറെ ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമസ്കാരം. വേദിയിലുള്ള പ്രിയപ്പെട്ട ജമീല ടീച്ചർ, ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര സമിതി കൂടിയാലോചനാ സമിതി അംഗം, അതുപോലെ തന്നെ സദസ്സിലുള്ള എൻ്റെ എല്ലാ പ്രിയ സഹോദരിമാരെ, സൗദത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷമുണ്ട്. ഈദുൽ ഫിത്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് സമയം ഒന്ന് കൂടിയിരുന്ന് പരസ്പരം ബന്ധങ്ങളൊക്കെ ഒന്ന് ഊട്ടിയുറപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ സന്തോഷം പങ്കുവെക്കാനുമുള്ള അവസരമായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ. അത് അവരുടെ ഉമ്മയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ ബാക്കിയാണ് മക്കളും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സംരംഭത്തിന് വളരെയധികം ത്യാഗം ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളതും. ദൈവം തമ്പുരാൻ അവർക്ക് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ആഘോഷങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. നമുക്കെല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിത രീതികളും അതുപോലെ തന്നെ ചുറ്റുപാടുകളൊക്കെ അതൊരു വല്ലാത്തൊരു അനുഭൂതിയായിക്കൊണ്ട് ആഘോഷങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ പിറവിയെടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഏതൊക്കെ മതങ്ങളുണ്ടോ ആ മതങ്ങളൊക്കെയും വ്യത്യസ്തമായ വിവിധങ്ങളായ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? പല സംഭവങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും വരും തലമുറകൾക്ക് നല്ല മൂല്യമുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാനുള്ള അവസരമായിക്കൊണ്ടും ഒക്കെയാണ് ഈ ആഘോഷങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടെന്ന് പറയുന്നത് എന്തൊക്കെയോ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈർഷ്യതയുടെയും മതിൽക്കെട്ടുകൾ തീർത്ത് വെച്ചിട്ടുണ്ട്. ആ മതിൽക്കെട്ടുകളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നാണ് എന്ന പ്രഖ്യാപനമാണ് നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ. അത്തരത്തിലുള്ളൊരു സംഗമമാണിത്. നമ്മൾ ഒന്നാണ്. നമുക്കവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിഭാഗീയതകളില്ല. നമ്മളെല്ലാവരും ഒന്നാണെന്നത്. ഒരിക്കൽ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിനൊരു ജോലി കിട്ടി അമേരിക്കയിലേക്ക് അദ്ദേഹം പോവാണ്. രാമേശ്വരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്ന ഒരു ബ്രാഹ്മണനായ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിനെ കാണാൻ പോയി. അദ്ദേഹത്തോട് യാത്ര ചോദിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കുടുംബങ്ങളാണ്. അതുകൊണ്ട് നിൻ്റെ മുമ്പിൽ വരുന്ന, നീ സമീപിക്കുന്ന, നീ ബന്ധപ്പെടുന്ന എല്ലാവരെയും കുടുംബമായി കാണണം. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. സ്നേഹത്തോടെ കരുതലോടെ നീ അവരെല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പം അദ്ദേഹം ചോദിച്ചു, ആ അധ്യാപകൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് നിനക്കറിയോ? ആരാ ഇത് പറഞ്ഞതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ താങ്കളിൽ നിന്നാണ് ആദ്യമായിട്ടിത് കേൾക്കുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണനായ അധ്യാപകൻ പറഞ്ഞു, ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അപ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ കുടുംബങ്ങളാണ് എന്നതാണല്ലോ. നമ്മളെല്ലാവരും ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, വിഷമമുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമാണ് എന്ന കാരുണ്യത്തിൻ്റെ വിശാലതയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കണം എന്നതാണ് പ്രിയമുള്ളവരെ ഇതിലൂടെ നമ്മളൊക്കെ ഓർക്കേണ്ടത്. അത്തരത്തിൽ നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഇവിടെ ആരും ഒന്നുമല്ല, എല്ലാവരും എൻ്റെ കുടുംബമാണ്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്. അവിടെ വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, ഒന്നിൻ്റെയും മതിൽക്കെട്ടുകളില്ല. ആ മതിൽക്കെട്ടുകളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നായി ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കുമെന്ന ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം. പ്രിയമുള്ളവരെ, ഒരിക്കൽ പിന്നെ ഇവിടെ വെച്ചുകൊണ്ട് ആരാ പ്രസംഗിച്ചല്ലോ, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞത് അല്ലേ? ആരെയെന്ന് പറഞ്ഞത് വിട്ടുപോയി പേര്. എന്തായിരുന്നാലും പിന്നെ കറുത്തവനും വെളുത്തവനും വിവേചനമില്ലാത്ത അമേരിക്കയിൽ നീതി പുലരുന്ന നല്ലൊരു രാജ്യം ഇവിടെ ഉണ്ടാക്കണം എന്നതാണ് എൻ്റെ സ്വപ്നം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠം ഇവിടെയും ആരും പിന്നെ മതമുള്ളവനും ഇല്ലാത്തവനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ നല്ലൊരു രാജ്യം, സമാധാനത്തിൻ്റെ ഒരു രാജ്യം കെട്ടിപ്പടുക്കണം. അത് കാണണം എന്നൊരു ആഗ്രഹവും പ്രതീക്ഷയും പ്രത്യാശയുമായിരിക്കണം പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള തുടക്കമായിരിക്കട്ടെ, സംരംഭമായിരിക്കട്ടെ നമ്മുടെ ഈ ഇരുത്തം. അത്തരത്തിൽ ഈ സദസ്സിനെ ദൈവം തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയും ഒക്കെയായ ജമീല ടീച്ചറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹാദരണീയായ അധ്യക്ഷ ഉമ്മീമത്ത് ടീച്ചർ, സ്വാഗതം ആശംസിച്ച സൗദ സാഹിബ, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യരായ സഹോദരിമാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മളിവിടെ പെരുന്നാൾ രണ്ടാമത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലിലാണ് ഉള്ളത്. സൗഹൃദ കേരളത്തിന് സ്ത്രീ ശക്തി എന്ന തലക്കെട്ടിൽ
നമ്മളൊരു ഇതുപോലെ ഒരു കൂടിയിരുത്തത്തെ ആലോചിക്കുകയും ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പലരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, രാജ്യത്ത് ജനാധിപത്യ ഇന്ത്യയിൽ ആ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ തന്നെ അതിരടയാളങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ നമുക്ക് വളരെ അശുഭകരമായി തോന്നുന്ന, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പല സംഭവ വികാസങ്ങളും നമുക്ക് ചുറ്റിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ കൂടിയാലോചന സമിതിയിൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ നമ്മുടെ ഒരു തീരുമാനമാണ് കേരളത്തിലുടനീളം സൗഹൃദ കേരളം എന്ന രീതിയിൽ നമ്മൾ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളത്. പണ്ട് നമുക്ക് കൂട്ടായ്മകളൊന്നുമില്ലെങ്കിലും വേലിക്കപ്പുറവും ഇപ്പുറവും നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ നല്ല പാഠങ്ങൾ നമ്മുടെ കേരളത്തിന് പറയാനുണ്ട്. ഇപ്പോൾ നമ്മളത് ബോധപൂർവമായി ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മളറിയാതെ നമ്മുടെ മനസ്സുകൾ അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ഒരു പെരുന്നാൾ സുദിനത്തിലാണ് അയൽപക്കക്കാരുടെ തന്നെ ആക്രമണത്തിൽ അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. അതേ അയൽവാസികൾ പെരുന്നാളിൻ്റെ ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ് അവരുടെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അക്രമം നടക്കുന്നത്. അപ്പോൾ അയൽപക്കക്കാരാണെങ്കിൽ പോലും ഏത് അർത്ഥത്തിലാണ് നമ്മുടെ ഉള്ളറകളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ സൗഹൃദ കേരളത്തിൻ്റെ ആ ഒരു ശക്തിപ്പെടുത്തൽ, സ്നേഹത്തിൻ്റെ ഒരു ശക്തിപ്പെടുത്തൽ ഉണ്ടാകണം എന്ന് നമ്മൾ വിചാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ബോധപൂർവമായ കൂട്ടായ്മകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ഔദ്യോഗികമായി തന്നെ അതിന് പ്രസിഡൻറ്റ്, സെക്രട്ടറിമാരെ നിശ്ചയിച്ചു കൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ കേരളത്തിൽ മാത്രം 100-നടുത്ത് സൗഹൃദ കേരള പെൺകൂട്ടായ്മകൾ ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത് കേവലം ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുക എന്നതിനും അപ്പുറത്ത് ഒരു ശക്തമായ ഒരു സാമൂഹ്യ ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ സമൂഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകുവാനും വേണ്ടിയാണ് എന്ന് സദസ്സിനെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ചെറിയ പെരുന്നാളാണ് നമ്മൾ ആഘോഷിച്ചത്. പെരുന്നാളിനൊക്കെ ഒരു സാമൂഹിക മാനമുണ്ട്. കേവലം അതൊരു മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ആചാരം എന്നതിനപ്പുറത്ത് അതിലെ നമസ്കാരം കാര്യങ്ങളൊക്കെ മുസ്ലിം മതവിശ്വാസികൾക്കുള്ള ആചാരങ്ങളോ അതിൻ്റെ അനുഷ്ഠാനങ്ങളോ മാത്രമാണെങ്കിൽ പോലും ഈ ഒരു ചെറിയ പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ 2 പെരുന്നാളുകളുടെയും സാമൂഹികമായൊരു മാനം എന്ന് പറയുന്നത് ആ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന വലിയ ഒരു സന്ദേശം അതിന് കൈമാറാനുണ്ട്. അതുകൊണ്ടാണ് പെരുന്നാൾ തലേ ദിവസങ്ങളിലൊക്കെ വ്യാപകമായി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്യുകയും അങ്ങനെ ആ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ അരികിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരായിട്ടുള്ള നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ ആ ദിവസത്തിൽ ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല എന്നത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ പെരുന്നാളിന് ഒരു സാമൂഹിക മാനമുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് കേവലം ചില മതവിശ്വാസങ്ങൾക്കും അപ്പുറത്ത് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ ഇതുപോലെയുള്ള സാമൂഹിക തലങ്ങളുണ്ടാകും. പലപ്പോഴും അത് മറച്ചു വയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവുകയോ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അത് മറച്ചു വയ്ക്കപ്പെടാനുള്ളതല്ല, മറന്നു പോകാനുമുള്ളതല്ല.
അതിൻ്റെ സാമൂഹിക മാനങ്ങളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അത് ഞാൻ ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും അതൊരു മുരടിപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ചിലപ്പോൾ നമ്മൾ ചില ടൂറുകൾ പോകും. അതുപോലെ തന്നെ പല നമ്മുടെ മനസ്സിൻ്റെ ഒരു ആശ്വാസത്തിനും ആനന്ദത്തിനും പല സംഗതികളും നമ്മൾ കണ്ടെത്തും. അതേപോലെ മതങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ചില നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പച്ചപ്പിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ആനന്ദവും സന്തോഷവും വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ആഘോഷങ്ങൾ. അത് പെരുന്നാളായിരിക്കും, ഇനി തൊട്ടടുത്ത് തന്നെ നമുക്ക് വിഷു വരാനിരിക്കുന്നുണ്ട്, അത് കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഓണം കടന്നു വരും. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷ ആചാരങ്ങളൊക്കെ തന്നെയും നമുക്ക് വീണ്ടും വീണ്ടും ജീവിതത്തിൻ്റെ ഒരു കുളിർമ പകർന്നു തരുന്നതാണ്. അപ്പോൾ ആ ഒരു കുളിർമയുടെ മറ്റൊരു തലമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സദസ്സ് എന്ന് പറയുന്നത്. ഈ സദസ്സ് പോലെ തന്നെ നമ്മുടെ രാജ്യവും മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, കുറച്ചു മുന്നേ നമ്മുടെ കേരളത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു നമ്മളെപ്പോലെ തന്നെയായ ഒരു സഹോദരി, മോഹിനിയാട്ട സഹോദരിയുടെ ചില പരാമർശങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മളെപ്പോലെ, അതായത് കേരളത്തെ പോലെ ഇത്രയും വിദ്യാഭ്യാസപരമായി, സാംസ്കാരിക പരമായി, ചിന്താപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ചില വാചകങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിലൊക്കെ എവിടെയോ, നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂടിയവർ എന്നല്ല, എവിടെയോ ഇപ്പോഴും വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ വേലിക്കെട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ആ ഒരു പരാമർശങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഗതിയായിരുന്നു. വളരെ വേദനാജനകമായിരുന്നു. ഒരു പക്ഷേ അവരവരുടെ നൃത്തവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണെങ്കിൽ പോലും അത് കുറച്ചുകൂടി നല്ല വാക്കുകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാമായിരുന്ന ഒരു സംഗതി അവർ പറഞ്ഞു വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്തിനാണ് ഇതിവിടെ സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മളിൽ നിന്ന്, അതായത് കേരളത്തെ പോലെയുള്ള ഒരു ഉയർന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് കേൾക്കാൻ പാടില്ലാത്ത അത്തരം വാചകങ്ങളെ കേരളത്തെ പിറകോട്ട് വലിക്കുന്നുണ്ടോ എന്ന ഒരു ആധിയും വ്യാധിയും നമ്മുടെ ഉള്ളിലുണ്ട്. ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന, ചരിത്രത്തിൽ ഇപ്പോഴും എനിക്ക് പകരം വെക്കാനില്ലാത്ത ഒരു സംഭവത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനാണ്. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രബോധന കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആദ്യ നാളുകളാണ്. അപ്പോൾ ആദ്യ നാളുകളിൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രബോധന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബിലാൽ എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരനായ ഉമയ്യത്തിൻ്റെ അടിമയായ, ഉമയ്യത്തിൻ്റെ ഒട്ടകത്തിൻ്റെ ആലയിലെ പണിക്കാരനായ ബിലാലിൻ്റെ ചെവിയിലെത്തുന്നു. ബിലാലിനാണെങ്കിൽ ഉമയ്യത്തിൻ്റെ ആലയല്ലാത്ത മറ്റൊന്നും ലോകത്ത് പരിചയമില്ല. അവിടെ ഒരു ഷർട്ട് പോലും ഇടാത്ത, കേവലം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന, ഒട്ടകത്തിൻ്റെ തന്നെ ഭക്ഷണത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന വല്ലതും കഴിച്ച് ജീവിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേൾക്കുകയാണ്, മനുഷ്യരെല്ലാവരും ഒന്നാണ്, എല്ലാവരും ദൈവത്തിൻ്റെ അടിമകളാണ്. അവിടെ ദൈവത്തിൻ്റെ അടുക്കൽ ആർക്കെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ചില സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവരുടെ ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന വചനങ്ങൾ കേട്ട അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഞാനൊരു മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇത് കേട്ട് ഈ വാചകങ്ങളിൽ ആകൃഷ്ടനായി, എനിക്ക് ആ മുഹമ്മദിനെ ഒന്ന് കാണണം എന്ന് കരുതി രാത്രിയുടെ മറവിൽ, കാരണം യജമാനൻ കാണാൻ പാടില്ല, യജമാനൻ അറിയാൻ പാടില്ല, അടിമയാണല്ലോ. അപ്പം രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ മുഹമ്മദിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ്. അങ്ങനെ മുട്ടി വാതിൽ തുറന്നു. ആരാണ് എന്ന ചോദ്യത്തിന് ബിലാൽ എന്ന് മറുപടി പറയുന്നു. ബിലാലിനെ നമ്മൾ വർണ്ണിക്കുകയാണെങ്കിൽ അദ്ദേഹം കറുത്തവനാണ്, നീഗ്രോ ആണ്, അടിമയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിയർപ്പും ഒട്ടകത്തിൻ്റെ ആലയിൽ കിടന്ന് അതിൻ്റെ വിസർജ്യങ്ങളിൽ നിന്നുള്ള മണവുമായിട്ട് ഒരുമാതിരി ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ്റെ അടുക്കൽ പോയി നിൽക്കുന്നത്. പ്രവാചകനെ ഇസ്ലാമിക ചരിത്രം വർണ്ണിക്കുന്നത് അദ്ദേഹം നല്ല ശുഭ്രവസ്ത്രം ധരിച്ച് മുടിയൊക്കെ നന്നായി ചീകിമെനിക്കി
അന്നത്തെ അവിടുത്തെ ഖുറൈശി ഉന്നത കുലജാത്രനായ ഖുറൈശി ഗോത്രത്തിൽ പിറന്ന വളരെ മാന്യനായ വൃത്തിയുള്ള ഒരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുന്നു. ബിലാലാണ് എന്ന് പറഞ്ഞ ഉടനെ ഈ ഒട്ടകത്തിൻ്റെ ചൂടും മാത്രമുള്ള കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെ മുഹമ്മദ് കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ ചരിത്രത്തിൽ ഇന്നോളം അതുപോലെയുള്ള ഒരു രംഗം എൻ്റെ മനസ്സിൽ വായനയിലോ ഒന്നിലും എനിക്ക് പതിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു. ആ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വേഷവിധാനത്തിൽ രണ്ട് ധ്രുവങ്ങളിലാണ്, അവരുടെ ജന്മനാ തന്നെ അവർ രണ്ട് ധ്രുവങ്ങളിലാണ്, അവരുടെ കളറിൽ അവർ രണ്ട് ധ്രുവങ്ങളിലാണ്. എങ്ങനെ നോക്കിയാലും ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഹസ്തദാനം കൊടുക്കാൻ പോലുമോ കഴിയാത്ത വിധത്തിൽ ജന്മനാ തന്നെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന അതിമനോഹരമായൊരു രംഗം അത് വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്തു മാറ്റേണ്ട ഒന്നാണ്, സ്നേഹത്തിൻ്റെ അതിർവരമ്പുകൾ തീർക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് നമ്മളായിപ്പെടുന്ന ചില ഉന്നതിയുടെയോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയുടെയോ ഒക്കെ ഉള്ള അതിർവരമ്പുകളാണ് നമ്മുടെ സ്നേഹത്തിന് എപ്പോഴും മതിൽക്കെട്ടുകൾ തീർക്കുന്നത്. അത് പൊട്ടിച്ചെറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്ന വിശ്വാസം, ഒരു ദൈവത്തിൻ്റെ ഭൂമിയിൽ ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളായി ആ ദൈവത്തിൻ്റെ അടിമകളായി അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ എന്ന ബോധം നമ്മളിൽ എപ്പോൾ ഉണ്ടാകുന്നുവോ അതോടുകൂടി നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ മതിൽക്കെട്ടുകളെയും നമുക്ക് തകർത്തെറിയാൻ കഴിയും. പിന്നെ ആചാരങ്ങൾ നമുക്കറിയാലോ, ഓരോ മതത്തിനും അതിൻ്റേതായ ആചാരങ്ങൾ ഉണ്ടായിരിക്കും, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ ചില അരുതായ്മകൾ ഉണ്ടായിരിക്കും, ചില വിലക്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഹിന്ദു സമുദായത്തിൽ അവർ മലയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പാടില്ല. അത് ആ സമയത്ത് അവരുടെ ഒരു ആചാരത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ മാത്രമായിട്ടുള്ള ഒരു വിലക്കായിരിക്കും. അതിനെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മൾ നോമ്പുകാരായിരിക്കെ മറ്റൊരു സമുദായത്തിൽ കല്യാണത്തിന് പോയാൽ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി വരും. അത് അവരോടുള്ള ദേഷ്യമോ അവരുടെ ഭക്ഷണത്തോടുള്ള നമ്മുടെ അരുതായ്മകളോ അല്ല, ആ സമയത്ത് നമ്മുടെ മതം തന്നിട്ടുള്ള ചില വിലക്കുകൾക്ക് അതീതമായിരിക്കും. അപ്പോൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അങ്ങനെ കാണുവാനും സാമൂഹികമായി നമ്മൾ ഒന്നാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാനും കഴിയുമ്പോൾ ഇതിനെ നമുക്ക് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത് വിശ്വാസങ്ങളുടെ സമന്വയമായിരുന്നു, സംസ്കാരങ്ങളുടെ സമന്വയമായിരുന്നു. ഇപ്പോൾ ഒരു നാട്ടിൽ പൂരം ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ അല്ലേ, എല്ലാ വീടുകളിലും വിരുന്നുകാരുണ്ടായിരിക്കും. അത് പൂരം ഒരു അമ്പലത്തിൻ്റെ ബേസിലാണെങ്കിൽ പോലും ആ പ്രദേശത്തെ മുസ്ലിം വീടുകളിലും അവിടെയുള്ള കുടുംബക്കാരൊക്കെ വന്നു ചേരും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പൂരത്തിൻ്റെ പുറപ്പാടുകളോ അതുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുകളോ കാണാൻ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒത്തുകൂടുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ സംസ്കാരങ്ങളെ സമന്വയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസങ്ങളുടെ സമന്വയവും നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് നമ്മളുടെ അത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അവർ നമ്മുടെ അത്ര ചിന്താപരമായി ഉയർന്നവരായിരുന്നില്ല. പക്ഷേ അവരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വലിയ വലിയ പാഠങ്ങൾ ഉണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വീട്ടിനകത്തെ വർത്തമാനങ്ങൾ, വീട്ടിനകത്തുള്ള പ്രയാസങ്ങൾ, ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരസ്പരം കൈമാറിയിരുന്നു അവർ. അപ്പോൾ അടുത്തുള്ള അപ്പുറത്തെ അയൽവാസിക്ക് അറിയാം ഇവരുടെ വീട്ടിലെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അങ്ങനെ പാത്രങ്ങളിൽ അവരവരുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവർ കൈമാറിയിരുന്നു. അവിടെ ഒരു ജാതിയോ മതമോ ഒന്നും അവർക്ക് തടസ്സമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായി ഉയർന്നു, സാംസ്കാരികപരമായി ഉയർന്നു, ചിന്താപരമായി നമ്മൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ അർത്ഥത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയില്ല. എന്തുമാത്രം ആചാരങ്ങളാണ്, എന്തുമാത്രം വിശ്വാസങ്ങളാണ്, എന്തുമാത്രം മതങ്ങളാണ്. ഇത്രയും മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യം ഈ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഒരു ചെറിയ തീപ്പൊരി വീണാൽ തന്നെ അതൊരു വലിയ സ്ഫോടനമായി സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ വരെ വളരെ ആസൂത്രിതമായി വളരെ പ്ലാനിങ്ങോട് കൂടി അവർ ദീർഘവീക്ഷണത്തോടു കൂടി പല കാര്യങ്ങളെയും നമ്മളെ പഠിപ്പിച്ചതും
നമുക്ക് നല്ല ഒരു ഭരണഘടന ഉണ്ടാക്കി തന്നതും. പിന്നീട് വന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കേവലം ചില വോട്ട് ബാങ്കുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയപ്പോൾ, അവരിലെ ദീർഘവീക്ഷണങ്ങൾ ഇല്ലാതായപ്പോൾ, അവർക്ക് ആ സമയത്ത് എന്ത് സംഭവിക്കണമെന്ന് മാത്രം ചിന്തിച്ചപ്പോൾ നമുക്കിടയിൽ പലതരത്തിലുള്ള അന്തസംഘർഷങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ നിലനിൽക്കേണ്ടതല്ല എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ചെറിയൊരു സിസ്റ്റമാണല്ലോ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത ചില സംഗതികൾ ഉണ്ടാക്കിയാൽ അവർക്ക് മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടാവുക, അതോടുകൂടി ആ വീടിൻ്റെ സമാധാനം നഷ്ടപ്പെടും, ആ വീടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, നമ്മുടെ ജീവിതത്തിലൊരു സമാധാനമില്ല, വീട്ടിനകത്തൊരു സമാധാനമില്ല. എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ടാവില്ല, ഒന്നോ രണ്ടോ ആളുകളുടെ ചില സ്വഭാവ വ്യതിയാനങ്ങളായിരിക്കും. അപ്പോൾ ഒരു വീട്ടിനകത്ത് പോലും ഒന്നോ രണ്ടോ ആളുകൾ പോകേണ്ട വഴിയിലൂടെ അല്ല പോകുന്നതെങ്കിൽ, വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക. അത് വല്ലാത്തൊരു സ്ഫോടനാത്മകമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ഒരു പൗരധർമ്മമുണ്ടല്ലോ. ആ പൗരധർമ്മം എന്താണ്? യഥാർത്ഥത്തിൽ ഓരോ പൗരനും ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നു, ഓരോ പൗരനും ഈ രാജ്യത്തിൻ്റെ സ്ഥിരതയെ ആഗ്രഹിക്കുന്നു, ഓരോ പൗരനും ഈ രാജ്യത്തിനൊരു കെട്ടുറപ്പുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ കേവലം ഒരു വ്യക്തി എന്നതിനപ്പുറത്ത്, നമ്മൾ കേവലം കുടുംബം എന്നതിനപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിന് കൂടി ചില സംഭാവനകൾ അർപ്പിക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. അത് സാധാരണക്കാരനായാലും അതല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായാലും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരാണോ എന്നതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ആരായിരുന്നാലും അവർക്കൊക്കെ വലിയ പൗരധർമ്മം നിർവഹിക്കാനുണ്ട് എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ ഇവിടെ സ്ത്രീകളെ മാത്രം കൂട്ടിയിരുത്തിയതെന്ന് ആലോചിക്കും ചിലപ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ഭരണാധികാരികൾ, ഇപ്പോൾ നമുക്കറിയാം, ലോകം കണ്ട മഹാനായ ചക്രവർത്തിയാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ സുപ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അതെന്താണെന്നറിയാമോ? നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു രാജ്യം ഉണ്ടാക്കിത്തരാം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തുമാത്രം മഹത്തരമാണ് ആ വാക്ക്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു വാക്കാണ്. നല്ല അമ്മമാരെ തന്നാൽ മതി, നല്ല രാജ്യം ഉണ്ടാക്കിത്തരാം, നല്ല ഭരണാധികാരി പോലും അല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാൻ ദൈവം നിയോഗിക്കപ്പെട്ട ആളുകളാണ് സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ മാറിടത്തിലൂടെയും നമ്മുടെ മടിത്തട്ടിലൂടെയുമാണ് ഒരു പുതിയ തലമുറ രൂപം കൊള്ളുന്നത്. നമ്മുടെ നിഴലായി, നമ്മുടെ വാലായി നമ്മളെ കണ്ട് നമ്മളെ മാതൃകയാക്കിയാണ് ഒരു പുതിയ തലമുറ ഇവിടെ രൂപപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തലമുറയുടെ രൂപപ്പെടലിൽ സ്ത്രീ വിഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ഒരു ഭരണാധികാരി ഇത്ര ചെറിയൊരു സെൻറ്റൻസാണ്, ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, പക്ഷേ വലിയ ഒരു ആശയത്തെ ഈ ലോകത്തിൻ്റെ മുന്നിൽ തന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളിലേക്ക് കൂടുതൽ ഇറങ്ങി പുതിയ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുന്ന, പുതിയ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്ന, അവരിലേക്ക് നല്ല മൂല്യങ്ങളെ പകർത്തി കൊടുക്കേണ്ട, അവർക്ക് നല്ല റോൾ മോഡലാകേണ്ടവർ നമ്മളാണ് എന്ന തിരിച്ചറിവ് സ്ത്രീ സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞാൽ, അത് സ്ത്രീകളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ, തീർച്ചയായും ഒരു പുതിയ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ ഉദയത്തിന് അത് കാരണമാകും എന്ന ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സൗഹൃദ കേരളത്തിന് സ്ത്രീ ശക്തി. നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സ്ത്രീ മാത്രം വിചാരിച്ചാൽ പോരാ, അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ തന്നെ ഭാഗമായ പുരുഷനും കൂടി ഉണ്ടാകണം. അതാണ് ഒരു സമൂഹം. പക്ഷെ അവിടെ പുരുഷനേക്കാൾ വലിയ ഒരു മാതൃക സൃഷ്ടിക്കാൻ, പുരുഷനേക്കാൾ വലിയ ഒരു പങ്ക് അതിൽ വഹിക്കാൻ കഴിയുന്നവർ നമ്മൾ സ്ത്രീകളാണ് എന്ന ബോധം സ്ത്രീകളിലേക്ക് പതുക്കെ പതുക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവരിൽ അത് വളർത്തിക്കൊണ്ടുവരാനും അവരുടെ മക്കളിലൂടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും നല്ല ചിന്തകളുടെയും സംസ്കാരങ്ങളുടെ സമന്വയത്തിൻ്റെയും ഒക്കെ ബാലപാഠങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ആ
സമത്വത്തിൽ കഴിയണമെന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പങ്കുവഹിക്കാനുള്ളത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മുടെ പങ്ക് വളരെ വലുതാണ്. പുരുഷന്മാരെക്കാൾ വലിയ പങ്ക് നിർവഹിക്കാനുള്ളവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആഘോഷങ്ങളുടെ സാമൂഹിക മാനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം എന്താണ്, കുടുംബത്തിലെ കർത്തവ്യം എന്താണ്, സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മളിലൂടെ നമുക്കൊരു നല്ല തലമുറയെ, നമ്മളിലൂടെ മൂല്യങ്ങളുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കൂടിയ എല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തി തരുമാറാകട്ടെ. അടുത്തതായി നമുക്ക് ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സൂഫി മേഡത്തിന് ASI പൊന്നാനി അവരെ ഹൃദയപൂർവ്വം സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ സഹോദരിമാരെ, ഞാൻ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പം ഞാൻ ഈ പരിപാടിയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം അറിഞ്ഞു വന്നതാണ്. അപ്പം നമുക്ക് ഏതാണെന്ന് എനിക്ക് കാര്യങ്ങൾ അറിയാതെ വന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഏതായാലും സ്ത്രീകളെ കുറിച്ചുള്ളതാവുമ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ, അതായത് സ്ത്രീകളാവുമ്പോഴത്തേക്കും നമ്മളൊരു കുടുംബത്തിൽ, ഇവിടെ ഈ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും ആരായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ, കുടുംബത്തിൽ നിന്ന് നല്ല വിത്ത് നമുക്കിട്ടാൽ മാത്രമേ നമുക്കത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ എന്നൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്ന കുട്ടികളെ, അല്ലെങ്കിൽ നമ്മൾ പ്രസവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പോറ്റുന്ന നമ്മുടെ മക്കളെ വളരെ നല്ല രീതിയിൽ, ഞാൻ പറയുന്നത് പണ്ടൊക്കെ ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിനോടൊന്ന് ചോദിക്കും, ടീച്ചറെ ഹസ്ബൻഡ് എന്ത് ചെയ്യണു, മക്കൾ എന്ത് ചെയ്യണു, അപ്പം ഞാനിപ്പോൾ നല്ല സെറ്റായി, എനിക്ക് ഇത്ര പുരയിടമുണ്ട്, എനിക്ക് ഇത്ര ആൾക്കാരുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇന്നിടത്താണ് ജോലി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ 10-20 വർഷം കൊണ്ട് ജോലി ചെയ്ത ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഇന്ന് എന്നോട് വന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ മോൻ നല്ല മകനാണ്, നല്ല കുട്ടിയാണ്, എന്നെ സഹായിക്കും, എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കും, അവൻ ഇന്നടുത്ത് പഠിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് കേൾക്കുമ്പോൾ തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സിലായി? പ്രത്യേകിച്ചും പൊന്നാനി, മലപ്പുറം ജില്ലയെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ ഈ സ്കൂളിലേക്ക് വിടുമ്പോൾ ആ കുട്ടികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടികൾ എന്തൊക്കെയാണ് പകർത്തി കൊണ്ടുവരുന്നത്, അവരെങ്ങനെ വളരുന്നു എന്നുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ മക്കളെ നല്ലവണ്ണം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാജ്യത്ത് വളരെ വലിയൊരു സമ്പത്താണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ട് നടക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. എല്ലാവിധ പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തതായി നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് രതിക മാഡമാണ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈദാശംസകൾ നേരണം. ആദ്യമായിട്ട് ഞാൻ ഈ വീട്ടുകാരുമായിട്ട് കുറച്ചധികം നാളായി നല്ല പരിചയത്തിലാണ്. സുബേദ ജബ്ബാർക്കൊക്കെ എന്നെ അറിയോ, നല്ല കുറച്ചേ ക്ലാസ് എടുക്കാൻ പോയിരുന്ന ആളൊക്കെ തന്നെയാണ് ഞാൻ. നമുക്ക് പണ്ട് ഒരു സിനിമാ ഗാനമാണ് ഞാൻ ഏതൊരു സ്ത്രീകളുടെ ക്ലാസ്സിൽ പറയാം. എനിക്കിഷ്ടപ്പെട്ട വിഷയമാണ് സ്ത്രീകളായിട്ട് സംസാരിക്കുന്നത്. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞു. പണ്ടൊരു സിനിമാ ഗാനം ഉണ്ടായിരുന്നു, കണ്ണുനീർ തുള്ളിയെ പാടിക്കോളി, ശ്രീയോടുപമിച്ച കാവ്യ എന്തിനാണ് അഭിനന്ദനം കൊടുത്തിരിക്കുന്നത്? ഇവിടെ അങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല. എന്തിനാണ് അഭിനന്ദനം കൊടുത്തത് കവി? അഭിനന്ദനം എന്തിനാ അർപ്പിച്ചത്? കണ്ണുനീർ തുള്ളി ആരാ? ശരിയാണോ? കരഞ്ഞോണ്ടിരിക്കണം എന്നാണ് പറയണേ. നമ്മൾ
കരഞ്ഞോണ്ടിരിക്കട്ടെ എന്നല്ല ആ കവി പറഞ്ഞത്. അതിനോട് അനുകൂലിക്കുന്നവരാരുണ്ട്? വേണ്ട. കരഞ്ഞോണ്ടിരിക്കണ്ട എന്ന് പറയുന്നവരാരൊക്കെ ഉണ്ട്? രണ്ടാളും. രണ്ടു വിട്ടിരിക്കുക. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല, അല്ലേ? നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും സഹനശക്തി ഉള്ളതാക്കാം. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ സ്ത്രീകൾക്ക് സഹനശക്തി കൂടുതലാന്ന് പറയുന്നത്? ഏറ്റവും വലിയ തെളിവാണ് സ്ത്രീകളുടെ പ്രസവ വേദന. എത്ര അസ്ഥികൾ ഒരുമിച്ചൊടിയുന്ന വേദനയാണ്. എത്ര അസ്ഥികളാണ് നമുക്ക്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3000 ചില്ലാണ്. അത്രയും അസ്ഥികൾ ഒരുമിച്ചൊടിയുന്ന വേദന സഹിക്കാൻ കഴിവുള്ള ഏക ജീവി സ്ത്രീകളാണ്. ഇവരാണെന്നിട്ട് കെട്ടിയവൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യട്ടോ അങ്ങനെയായിട്ടുള്ള ജീവിതം. എന്ത് സഹിച്ചവരാ? ഇത്രയും വലിയ വേദന സഹിച്ചവർ പറയാണ് കെട്ടിയവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണാൽ എനിക്ക് സഹിക്കാൻ വയ്യേത്. ശരിയാവുമോ? സഹിക്കാൻ പറ്റണം, സഹിക്കുക തന്നെ വേണം. പക്ഷേ ചെറുത്ത് നിൽക്കാൻ നമുക്ക് കഴിവുള്ളവരാണ്. സ്ത്രീകളായ പടയാളികൾ ചരിത്രത്തിൽ വളരെ കുറവാണ്. പക്ഷേ നന്നെന്തിനാ നാനാഴി എന്നൊരു പഴയ ചൊല്ലുണ്ട്. സരോജിനി നായിഡു, ഝാൻസി റാണിയെ പോലുള്ള 2 or 3 മഹത് വ്യക്തികൾ മാത്രം മതി ലോകം അറിയപ്പെടാം. മുസ്ലിം ഭരണകാലഘട്ടത്ത് സുൽത്താന റസിയ പിതാവിൻ്റെ പാരമ്പര്യം നിലനിർത്തിയ വളരെ പടയാളിയായ ഒരു രാജ്ഞിയായിരുന്നു. പോരെ, അവർക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? പറ്റണം. പറ്റണ്ടേ? പറ്റണം. ഞങ്ങൾ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയുന്നത് എന്താ? നമുക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും 2 പെൺകുട്ടിയാണേ, ആങ്ങളേക്ക് 2 എനിക്ക് 2 ആൺകുട്ടികളല്ലടാ, എന്തിനാ പേടിക്കാനുള്ളത്? അപ്പം എന്താ 2 പെൺകുട്ടികളുള്ളവർക്ക് ഇത്ര പേടി? പെൺകുട്ടികളുള്ള ഇന്നോട് ഇന്നലെ ഒരാൾ വെച്ച് ഞാൻ സ്റ്റേഷനിൽ തന്നെ ഒരു ഓഫീസറാ ഇന്ന് രാവിലെ മോൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോള് +1 പഠിക്കുന്നത്. സ്വർണ്ണമൊക്കെ നീക്കി വെച്ചിട്ടുണ്ടാവില്ലേ? ഒന്നും നീക്കി വെച്ചില്ല. നാളെ അവൾ ഒരുത്തനായിട്ട് ഓടിപ്പോയി ഞാൻ ഈ 19 പവൻ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഒന്നും ഞാൻ നീക്കി വെച്ചില്ല. ഞാൻ വീടുണ്ടാക്കുമ്പോഴും വേറൊരു പറമ്പ് മേടിക്കുമ്പോഴും വീടാക്കും ഞാൻ പറയും എന്താ അറിയും, ഇത് നക്കൊന്നുമല്ല കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കും വേണ്ട, ജോലി മേടിക്കാതിരിക്കും വേണ്ട. നമ്മൾ ബോൾഡായിട്ട് മക്കളെ ഇപ്പം തന്നെ വളർത്തുക. നിങ്ങളും പെൺകുട്ടികളുണ്ട് വലുത് ഈ പഠിക്കേണ്ടത് പഠിത്താണ്ട് കഴിഞ്ഞാൽ പഠിക്കാൻ കുഴപ്പമില്ല, നല്ല കല്യാണം കഴിച്ചു വിടും. പിന്നെ ആ കുട്ടികൾ പഠിക്കുമോ? ഇവർക്ക് ആകെ കൂടി 10-15 വയസ്സ് കഴിഞ്ഞാൽ ഈ കല്യാണം, മുല്ലപ്പൂ വയ്ക്കലും ആഭരണടലും ആ ഒരു ദിവസം സ്വപ്നം കണ്ടിരിക്കുന്ന പെൺകുട്ടികളോടാ പറഞ്ഞത് 10ാം ക്ലാസ് തോറ്റ കല്യാണം. പിന്നെ അവർ പഠിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പഠിക്കുമോ? ഇല്ല. അതെന്നെ പറഞ്ഞോളി. ഞങ്ങളുടെ ഒന്നും കണ്ട് നിങ്ങൾ ഇരിക്കണ്ട. ഞാൻ പറഞ്ഞ എന്താ അറിയോ, ലോൺ എടുക്കും, പഠിപ്പിക്കും. ലോൺ ആര് കിട്ടണം? ജോലി കിട്ടിയാൽ നിങ്ങൾ എന്നെ വിട്ടുകൊള്ളു, ഞങ്ങളെ കണ്ട് ജീവിക്കാൻ നിൽക്കണം. അങ്ങനെ മക്കളെ വളർത്തി വയ്ക്കും നിങ്ങൾ. ഞങ്ങളുടെ ഒന്നും കണ്ട് നിങ്ങൾ നിൽക്കണ്ട, പഠിക്കുക. ഗവൺമെൻറ് ജോലി കിട്ടണമെന്നൊന്നുമില്ല, എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക തന്നെ വേണം. ഈ ഒരു നിങ്ങളുടെ ഈ ഇടയിൽ ഇരിക്കുന്നവരെന്നെ ഉണ്ടാവും ജോലിയുള്ളവരുടെയും ഇല്ലാത്തവരുടെയും 2 വ്യത്യാസം തോന്നുന്നുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരു ഇന്നർ മേടിക്കാൻ പോലും ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടുമ്പോൾ ഭർത്താവ് എന്താ പറയുക, ഇപ്പം നാളെ എനിക്കൊന്ന് മേടിച്ചെന്ന് ഇത് എന്താ ചെയ്യണേ? പലരും കേട്ട വാക്കാവും അല്ലേ? അതേ സമയത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പോയി കടയിൽ നിന്ന് മേടിക്കുമ്പോണ്ട ഒരു അഭിമാനം വേറെയാണ്. അതവിടെ ഭർത്താവിനെ ധിക്കരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായി വരുമാനം ഉണ്ടാക്കിയിട്ട് മറ്റൊരു ജീവിതം, വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാവൂ എന്ന് പരമാവധി, നമ്മുടെ മക്കൾ എന്താവെന്ന് പറയാൻ പറ്റില്ല, പരമാവധി മക്കളെ ബോധ്യപ്പെടുത്തി ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ടുവരിക. ഇവിടെ അധികം സ്ത്രീകളായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പം ഈ കവികൾ പറഞ്ഞ മാതിരി പണ്ടത്തെ മാതിരി കണ്ണീരും പേറി ഇരിക്കുകയല്ല വേണ്ടത്. മനസ്സിലായി? ഇനി ഞങ്ങളുടെ ഈ ഞാനിപ്പോൾ ഒരു 15 കൊല്ലമായി, വേറൊരു മാഡം എന്നെക്കായി സീനിയറാണ്. ഇവർ 2 പേരും. എല്ലാവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നിലവിൽ കാണുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ സാധനമാണ് ഇത്, മൊബൈൽ ഫോൺ. ഈ അടുത്ത കാലത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു കേസിൻ്റെയും
ഭാര്യ ഭർത്താവും തമ്മിലുള്ളതായിക്കോട്ടെ, പെൺകുട്ടികളെ സംബന്ധിച്ചായിക്കോട്ടെ, ആൺകുട്ടികളെ സംബന്ധിച്ച് പറയണ്ട. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൽ നിന്നുള്ള അപകടങ്ങൾ. കല്യാണം കഴിച്ച് ഇപ്പോൾ എന്താ പറയുക, കൗമാരക്കാരായ കുട്ടികളെക്കാട്ടി കൂടുതൽ ഇപ്പോൾ ഓടിപ്പോണതിന് മുന്നിൽ നിൽക്കുന്നത് കുട്ടികളുള്ള അമ്മമാരാണ്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ കണക്ക് പറയാൻ 2700 ചില പേരാണ് ആര് 10-18 വയസ്സായവരുണ്ട അമ്മമാർ ഓടിപ്പോയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബേസിക് എന്താ കാരണം? ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. പലർക്കും ചിരി വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോണിൻ്റെ നല്ലതിനും പറ്റും ചീത്തതിനും പറ്റും. ഞങ്ങളുടെ അടുത്ത് വരുന്നവരെ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ചെയ്യുക. എങ്കിലും നമുക്ക് ആ ഒരു കുടുംബം തകർന്നു പോണ കാണുമ്പോൾ ഉള്ളിലൊരു വിഷമാണ്. മനസ്സിലായി? വിവാഹ ജീവിതം തുടങ്ങിയവർ പോലും അപ്പം തന്നെ വേർപെടുന്ന ഒരവസ്ഥ ഒക്കെ എൻ്റെ ബേസിത ഈ ഫോൺ വഴിയുള്ള കാമുകന്മാരുടെ ശല്യമല്ല. അതിന് നമ്മൾ വഴി വെച്ചു കൊടുത്തിട്ടാണ്. അധികം പേരെ വിളിക്കും. പിന്നെ അറിയണ കുറേ ഞാൻ ഈ നാട്ടിൽ തന്നെ അറിയണ മാഡം ഒരു അനാവശ്യ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, എടുക്കാതിരുന്നാൽ പോരെ. ഈ കോൾ ഇങ്ങനെ വരുമ്പോൾ അതൊന്നിരിക്കുക ബ്ലോക്ക് ലിസ്റ്റിലിടുക, ആ ഫോണിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അവർ വേറെ നമ്പറിൽ തന്നെ വിളിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ ആണുങ്ങളെ കൈ കൊടുക്കുക. ഈ 2 കാര്യം ചെയ്യാനുള്ള ധൈര്യം ഇല്ല നിങ്ങൾക്ക്. എന്നിട്ട് അതൊരു വലിയ കേസായിട്ട് വരിക. ഇത് ഇത്ര വലിയ കേസാണോ? വയല നാവുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നാവ് നമുക്ക് തന്നെയാണെന്ന് നമുക്കറിയാം അല്ലേ? പറയണം. എന്തിനാണോ നാരികി വിളിക്കുന്നത്? ആ ചോദിച്ചു തന്നെ വീണോളൂ. ഇതാണ് വേണ്ടത്. ഇതിനും പരാതി. മനസ്സിലായി? സുഖസുന്ദരമായി ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കേണ്ടവർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ വഴിയുള്ള കളി വഴി അതുവഴി ബന്ധം വേർപിരിയണതും കുറേ അധികം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇനി പുതിയൊരു ട്രെൻഡാണ് ഇൻസ്റ്റ. ഇൻസ്റ്റ വഴി ബന്ധപ്പെടുന്നവരാണ് ഇപ്പോഴത്തെ ഒളിച്ചോട്ടക്കാരുടെ ഫാഷൻ. ഈ ഇൻസ്റ്റ വഴി എന്ന് പറഞ്ഞാൽ എവിടെയോ കെടുക്കനാനാവും. ഇവർ നേരിൽ കാണുമ്പോഴാവും 2 കൂട്ടർക്കും തലറങ്ങും. അങ്ങനത്തെ ബന്ധങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ മക്കളുള്ളവരാണ്. ഞങ്ങൾക്ക് പേടിയായോ ഇപ്പം നമ്മളെ മോളെന്താവും ചെയ്യുന്നുണ്ടാവും, അല്ലെ എൻ്റെ മകൻ എന്തിലാവും ചെയ്യുന്നുണ്ടാവും. ഇപ്പം പെൺകുട്ടികളെ കാട്ടി പേടിക്കണം ആൺകുട്ടികൾ. കാരണം നമ്മുടെ ഇന്ത്യൻ IPC ഇന്ത്യൻ പീനൽ കോഡ് നിയമത്തിലൊക്കെ സ്ത്രീകളുടെ പരാതിക്കൊരു പ്രാധാന്യം. മനസ്സിലായി? അപ്പോൾ ഇൻസ്റ്റ വഴി ബന്ധപ്പെടുന്ന അവരങ്ങനെ എങ്ങനെ ജീവിക്കുന്നത്. അപ്പൊക്കെ ഇവൾക്ക് നല്ല രസം. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവനെ തെറ്റി കഴിഞ്ഞാൽ അതെന്ത് കേസ് എന്തായി? ബലാത്സംഗമായി. ജാമ്യം പോലും കിട്ടൂല, ചെക്കൻ കുടിക്കും. അങ്ങനെ കുറേ കേസ്. എത്ര പറഞ്ഞു കൊടുത്താലും അമ്മമാർക്ക് മനസ്സിലാവില്ല, പിന്നല്ല കുട്ടികളെ കാര്യം. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നമ്മളുടെ ഇടയിൽ തന്നെ ഇതുവഴി കുറേ ബന്ധങ്ങൾ. പിന്നെ ആണുങ്ങൾ എന്തിനാണെന്നറിയോ? ഈ പോലീസും കേസും കൂടുതൽ ഈ പണ്ടാരത്തിനൊക്കെ അല്ലാണ്ട് പോകാൻ മുന്നോട്ട് വെച്ചിട്ട് ക്ഷമിക്കുകയാണ്. സത്യം. ഇനി കുറേ കേസായി കോടതിയായി വേണ്ട, ഇതല്ലേ അവളൊക്കെ ഒരു തെറ്റ് പറ്റിയില്ല പോട്ടെ, അങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഭയങ്കരമായൊരു പ്രശ്നമാണ് ഈ നടക്കുന്നത്. ഇനി നമ്മൾ ആൺകുട്ടികളെ പൊന്നാനിയുടെ പ്രത്യേകിച്ച് ഞാൻ പൊന്നാനിക്കാരായതുകൊണ്ട് കുറ്റം പറയല്ല, എങ്കിലും പറയും പൊന്നാനിയുടെ ഏറ്റവും വലിയ ശാപമാണ് ഇവിടുത്തെ ലഹരി. ഇവിടുത്തെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്ന ലഹരി ഭയങ്കരമായ അപകടകരമായ കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ ചെയ്യാൻ മേഡം, കുട്ടികൾ കുറേ വലുതായില്ലേ, ഇനി എന്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ശരിയാണ്, കുട്ടികൾ കുറേ വലുതായിപ്പോയി. പണ്ടൊരു ഇന്ദിര എന്ന് പറഞ്ഞൊരു ടീച്ചർ ചെയ്തൊരു കാര്യമുണ്ട്. ഇവരുടെ ടീച്ചറാണ്, നല്ല ടീച്ചറാണ്. ഈ ടീച്ചർ അവരുടെ മോനെ ഭർത്താവില്ലാണ്ട് വളർത്തി, ഭർത്താവ് മരിച്ചുപോയി, വളർത്തി നോക്കി. കുറച്ച് കഴിയുമ്പോൾ മോൻ്റെ സ്വഭാവത്തിൽ വളരെ വലിയൊരു മാറ്റം വന്നു. നോക്കുമ്പോൾ ഇവ കഞ്ചാവിന് അടിമയാണ്. 1-2 ഒഫൻസൊക്കെ കഴിഞ്ഞ് മോൻ വീട്ടിൽ ബോധമില്ലാതെ വന്നു. ടീച്ചർ എന്നെ വിളിച്ച് പോലീസിനെ വരുത്തി മോനെ അറസ്റ്റ് ചെയ്യിച്ചു. അപ്പോൾ നമ്മളൊരു കാര്യം ഉണ്ടായി, 2 വശം, നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും. ഈ ടീച്ചർക്കെതിരെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വരെയും ഇത് അമ്മയാണ് സ്വന്തം മോനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ അമ്മ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അന്ന് അവർ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനാണ്, ഞാൻ ചെയ്യുമെന്ന് പിടിപ്പിക്കും. ഞാൻ പോലീസ് ആയതുകൊണ്ടല്ല, കാരണം അവൻ ഇനി സമൂഹത്തിൽ ഇതിലും വലിയൊരു
തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു നല്ല മാതൃക അമ്മ ആയതുകൊണ്ടാണ് അവരത് ചെയ്തത്. മനസ്സിലായി? ഒരമ്മയ്ക്ക് തന്നെ പറ്റുള്ളൂ, ഒരമ്മയ്ക്ക് തന്നെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റും. നിയന്ത്രിക്കേണ്ട പ്രായത്തിൽ തന്നെ നിയന്ത്രിക്കണം. അത് കുഞ്ഞിലേ തുടങ്ങി, കുഞ്ഞിലെ കൊഞ്ചിച്ചോളം അതിനനുസരിച്ചുള്ള ശിക്ഷയും ഇത് കൊടുക്കണം. നിങ്ങൾ എത്ര പേര് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാഗ് ചെക്ക് ചെയ്യാറുണ്ട്, ഷർട്ടിൻ്റെ പോക്കറ്റ് തപ്പാറുണ്ട്, അലക്കുമ്പോൾ മണം പിടിക്കാറുണ്ടോ? വാഷിംഗ് മെഷീനിക്ക് എന്തെങ്കിലും എന്ത് മണം പിടിക്കുന്നില്ല? കുട്ടികളുടെ പോക്കറ്റ് തുറന്ന് അതിൽ എന്തെങ്കിലും അസ്വാഭാവിക മണം ഉണ്ടോ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അച്ഛനേക്കാൾ ഉപരി അമ്മയ്ക്കാണ് ഇതിന് ഏറ്റവും വലിയ പങ്ക്. നമ്മൾ ഇപ്പം ഞാൻ ചെക്ക് ചെയ്യണി പറയാം, അമ്മ പോലീസ് കളിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യം നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാം, ബാഗ് ചെക്ക്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബാഗ് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ മക്കൾ നമ്മൾ തന്നെയാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ടീച്ചർ ആരാ? അമ്മയാണ്. ഡോക്ടർ ആരാ? അമ്മയാണ്. അല്ലേ? മോന് വയറുവേദന ആദ്യം നമ്മളൊരു പൊടിക്കൈ കൊടുക്കും, എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ എവിടേക്ക് കൊണ്ടുപോകും? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവരുടെ നല്ല വഴിക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും നല്ല പങ്ക് പിന്നെ രക്ഷിതാക്കൾ, PTA ടീച്ചേഴ്സുമായി നല്ലൊരു അടുപ്പുണ്ടായാൽ മതി. മക്കൾ പഠിക്കുക എന്നതിലുപരി ടീച്ചറിൻ്റെ മോൻ ക്ലാസ്സിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് ചോദിക്കുക. അതിന് മാർക്ക് എല്ലാവരും ഉണ്ട്. ഫുൾ A+ മേടിച്ചിട്ട് കുട്ടിയുടെ ഭാഗ്യം എന്താണെന്ന് നമുക്ക് പറഞ്ഞു. ഞാനൊക്കെ ഒരു ബിലോ ആവറേജ് ആയിട്ട് പഠിച്ചു വന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്നാണ് അറിയേണ്ടത്. അതിന് നമ്മൾ ടീച്ചേഴ്സുമായിട്ടൊരു കമ്പനി വരുത്തണം. മനസ്സിലായി? പെൺകുട്ടികളുടെ അവർ സപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങൾ പ്രേമിച്ചോളൂ മക്കളെ, നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതുവരെയുള്ള അപകടങ്ങൾ ഇതൊക്കെയാണ് എന്ന് പെൺകുട്ടികളെ പറഞ്ഞ് ധരിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായി? ഞങ്ങളുടെ സർവീസിൻ്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. ശരി, എല്ലാവർക്കും നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ അലിവുള്ള സൈനബ അറിയാതെ എൻ്റെ ജീവനായതെന്തിനാണു നീ? മാനല്ല ഞാൻ ഇളമാനല്ല ഞാൻ ഇളം തൂവൽ കൊണ്ടു കൂടു തീർത്ത കല്ല പൈകിളി. ഓ സൈനബ 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 പെരുന്നാൾ നിലാവ് കൊണ്ടുമാൻ തീർത്ത സൈനബ ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടാലോ? പെരുന്നാൾ നിലാവ് കൊണ്ടുമാൻ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്തല്ലോ. ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്ന് സ്വന്തമാക്കുമെന്ന് സൈനബ. ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ, മഴമുകിലുകൾക്കു മേലെ വന്ന മാറിവില്ലു നീ. അനുരാഗജാലകം തുറന്നു വന്നു സൈനബ കരിമുകിലുകൾക്കു മേലെ വന്ന മാറിവില്ലു നീ. അതിലിന്നലിഞ്ഞു പോൽ ഉലകം നിറഞ്ഞു പോൽ
दो लफ्ज़ों की है दिल की कहानी, या है मोहब्बत या है जवानी। ला 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 दिल की बातों का मतलब ना पूछो, और हमसे मतलब ना दिल की बातों का मतलब ना पूछो, कुछ और हमसे बस ना पूछो, जिसके लिए है दुनिया दीवानी, या है मोहब्बत या है जवानी। ला 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 ला। ये कश्ती वाला याद आ रहा है, कोई से याद आ रहा है। ये कश्ती वाला याद आ रहा है, कोई से याद आ रहा है। ला 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 ला। इससे पुरानी यादें पुरानी, या है मोहब्बत या है जवानी। इस जिंदगी के दिन कितने कम हैं, कितनी है खुशियाँ और कितने गम हैं। इस जिंदगी के दिन कितने कम हैं, कितनी है खुशियाँ और कितने गम हैं। ला 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 ला। लग जा गले से रुत है सुहानी, या है मोहब्बत या है जवानी। दो लफ्ज़ों की है दिल की कहानी, या है मोहब्बत या है जवानी। ला 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 എൻ്റെ പേര് സുജിത, അഡ്വക്കേറ്റാണ്. തിരൂർ പൊന്നാനിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. സ്ത്രീ സംഗമം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു കൂട്ടായ്മയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിലികളിൽ വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അതെല്ലാം എന്താ പറയുക, നമ്മൾ അംഗീകരിക്കണം. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് കുട്ടികൾക്ക്. അതാരും മനസ്സിലാക്കുന്നില്ല. എന്താ വെച്ചാൽ നമ്മളൊരിക്കലും മാറുന്നില്ല. എല്ലാ അമ്മമാരും ഞാൻ അമ്മയാണ്, നമ്മൾ കുട്ടികളുടെ തലത്തിലേക്ക് ആരും താഴ്ന്നിറങ്ങുന്നില്ല. അപ്പോൾ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു, ഇപ്പോൾ ഈ മയക്കുമരുന്നൊക്കെ ഒരുപാട് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് കേസസ് അന്വേഷിക്കുമ്പോൾ തന്നെ അറിയാം.
സങ്കടം വരും. അത്തരത്തിലാണ് ഈ മയക്കുമരുന്നിനെ കുറിച്ച് മാത്രം ഞാനിപ്പോൾ ഇവിടെ പറയാം. അത്തരത്തിലാണ് ഇപ്പം എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾ, 10-15 വയസ്സായ ആൺകുട്ടികൾ, എനിക്ക് തന്നെ ഞാൻ തന്നെ ചെയ്യുന്ന കേസുകളാണ്. മോർണിംഗ് വാക്കിന് പോയ ഹസ്ബൻഡ് മോർണിംഗ് വാക്കിന് പോയ സമയത്ത് ആ വീട്ടിലെ 50 വയസ്സായ സ്ത്രീയെ പീഡിപ്പിച്ച ഒരു പയ്യൻ, ആ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പക്ഷെ അത് എനിക്ക് താല്പര്യമില്ല പറഞ്ഞ് ഞാനത് വിട്ടു. അപ്പോൾ നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അത് ചെറുപ്പം പയ്യനാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്ന കുറ്റവാളി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ സമൂഹം അത്രയും മോശമായൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മളത് എന്താ പറയുക, നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് ഇത്തരത്തിലുള്ള മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ മാറ്റി നിർത്തേണ്ടത് ഓരോ വീട്ടമ്മയുടെയും. ഇപ്പം നേരത്തെ ഒരു പറഞ്ഞതുപോലെ ഓരോ അമ്മമാരുടെ